തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമുക്ക് നല്ലൊരു കോക്കനട്ട് ബർഫിയുടെ റെസിപ്പി നോക്കാം. അത് 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതാ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നമുക്ക് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതും വളരെ ടേസ്റ്റ് 3 കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാനും പറ്റും. ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടതാ ഇതുപോലെ ഒരു കൊട്ടത്തേങ്ങയാണ്. അതുപോലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, സാധാ തേങ്ങയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആ വെള്ളം വറ്റിയിരിക്കുന്ന തേങ്ങ ഇതാണ് ഒന്നും കൂടി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു പരുവത്തിലായിക്കാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. പിന്നെ വേണ്ടത് 500 ml പാലാണ്, അതേ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കരിപ്പെട്ടി ശർക്കര എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ശർക്കര വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, സാധാ ശർക്കരയാണെന്ന് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുക്കിയെടുക്കണം കേട്ടോ. ഒരുക്കിയെടുത്തിട്ട് നമുക്ക് എന്താ വെച്ചാൽ ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കിയിട്ട് അതാക്കിയെടുക്കാം. നമ്മളത് ഒഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടണേ. ഉരുക്കി കിട്ടിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഉരുക്കി എന്താ പറയുക, ഒരുപാട് അങ്ങോട്ട് പശ രൂപത്തിൽ പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു പരുവത്തിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കാണിച്ചത്. അതിലേക്ക് ഒരു വെള്ളം കൂടിയും ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ സാധാ ശർക്കരയാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അതിൽ തന്നെ വെള്ളം ഉണ്ടായിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടി വരുന്നതാണ്. പൊട്ടി വരുന്ന ആ രൂപത്തിലല്ലാതെ നല്ല സ്ട്രക്ചറലായിട്ട് ഇങ്ങനെ വരും. ആ രീതിയിലാവുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ രീതിയിലൊന്ന് ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ആ രീതിയിലാവണ വരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം പകുതി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അതൊന്ന് കട്ടയായിട്ട് ഉണ്ടാവും. അപ്പോൾ കട്ടൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് അലിഞ്ഞ് കിട്ടിയോളൂ. ഇതിലേക്ക് ചേർക്കുന്നത് പട്ടല്ലോ, കറുകാപ്പട്ട, അതൊന്ന് പൊടിച്ചത് ഒരു ചെറിയൊരു 1/2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ തേങ്ങ ഇതുപോലെ ക്രഷ് ആക്കിയിട്ടുള്ള അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പകുതി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ. നമ്മൾ ഓൾറെഡി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ സിമ്മാക്കിയിട്ട് തന്നെ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഞാനിതാ ഒരു 1/4 കപ്പിൽ താഴെയായിട്ട് ഒരു 5 സ്പൂൺ അളവിൽ പാൽപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം. മിൽക്ക് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വറ്റി വരണേ. അപ്പോൾ അതാ ഒന്ന് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും നല്ല ടേസ്റ്റിനും അതുപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇതിന്റെ സ്മെല്ല് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അടിപൊളി സ്മെല്ലും നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു 3 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബർഫി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് ഓയിലൊക്കെ തടവിയതിന് ശേഷം അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളെ സ്പാച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരണേ. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് തണുത്ത് വരും. അപ്പോൾ തണുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ചിലപ്പം മുട്ടായിക്കൊക്കെ കരയുന്ന കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബർഫിയാണ്. അപ്പോൾ അതും വളരെ ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുക, ടൂറൊക്കെ പോകുമ്പോൾ മേലെന്ന് ഗുഡലൂർ ആ ഭാഗത്തു നിന്നൊക്കെ കഴിക്കുന്ന ആ ബർഫി എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്കത് കിട്ടും. അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂസ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് പറയുക. ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്ബും അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് കൊണ്ടേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.